നമസ്കാരം സുഹൃത്തുക്കളെ. രാവിലെ പങ്കിച്ച് നമുക്കൊരു പണി തന്നു, ഒരു 8ൻ്റെ പണി. ഇത് കണ്ടോ, അവിടെ ദേഹം മൊത്തം ചാണാക്കുഴിക്കകത്ത് പോയി വീണിട്ട് വന്നേ ഇത്. അപ്പോൾ ഒന്ന് തേച്ച് കുളിപ്പിച്ചെടുക്കട്ടെ. അത് അവനാന്നേ സമ്മതിക്കുന്നില്ല. നോക്ക്, അവളെ കടിച്ചു വലിച്ചോണ്ട് വരിക. ടൈഗറിൻ്റെ പണിയുണ്ടോ? അവൾ ക്ഷമയോടെ നിൽക്കുന്നുണ്ട്. ഞാൻ പള്ളു പറഞ്ഞതുകൊണ്ടാണ്, വഴക്ക് പറഞ്ഞതുകൊണ്ട് അവിടെ നിൽക്കുക. രാവിലെ കുളിക്കുന്ന അലർജിയുള്ള കാര്യമാണ്. അതുകൊണ്ട് മൊത്തം ചാണകക്കുഴിക്കകത്താണ്ട് വീണെന്ന് തോന്നി. ചാടിയത് അതിനകത്ത് ചാടിയിട്ട് കയറി വന്നതാണ്. നേരത്തെ ഇതേപോലെ ആയിരുന്നു, ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഇല്ലാതിരുന്നതാണ്. കണ്ട ചെയ്ത് വെച്ചേക്കുന്ന പണി. പങ്കിക്ക് വേണ്ടി ഇന്നലെ പണിയൊക്കെ തുടങ്ങി. സൈറ്റിൽ ഇന്നലെ രാപകൽ പങ്കിയും ടൈഗറും ഉണ്ടായിരുന്നു. പണി നോക്കി അവിടെ കിടക്കുന്ന പരിപാടിയായിരുന്നു. അതിനിടയ്ക്ക് ചാണാക്കുഴിയൊക്കെ കണ്ടുപിടിച്ചവൾ. വെള്ളം എടുത്തപ്പോഴത്തേക്ക് അവൻ ഓടിക്കളഞ്ഞു കേട്ടോ. അവനവിടെ മാറി ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പങ്കിജി ഇപ്പോൾ കട്ട കലിപ്പില്ല. വെള്ളം അവിടെ ദേഹത്ത് വീഴുമ്പോഴേ അവൾ വെള്ളത്തിനെ കടിക്കും, എന്നെ കടിക്കും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്, കലാപരിപാടികൾ. അവനിടയ്ക്ക് വരുന്നുണ്ട്, സമാധാനിപ്പിക്കാൻ പറ്റുന്നത് അവനെ. കുറച്ച് നാളുകൊണ്ട് ഈ പരിപാടി ഇല്ലായിരുന്നതാ, വീണ്ടും പണി തുടങ്ങി. എന്താ ഒരു സൈഡ് മൊത്തം അതിനിടയ്ക്ക് എത്തി ഉമ്മ കൊടുക്കാൻ ചെല്ലുന്നു. നോക്ക്, ഇന്നലെ ടൈഗറും ഉണ്ടായിരുന്നു സൂപ്പർവൈസിൻ്റെ പണിക്ക്, പങ്കിയും ഉണ്ടായിരുന്നു. അവിടെ വന്ന് കിടക്കുമായിരുന്നു രാവിലെ തൊട്ട് പണി സൈറ്റില്ല. പങ്കിക്ക് ഇവനെ പണിക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ആ കിട്ടുന്ന ഗ്യാപ്പിന് അവനെ ഓടിച്ചിട്ട് കടിക്കുന്നു. നോക്ക്, പങ്കിച്ച് കട്ട കലിപ്പില്ല. പങ്കി ഇപ്പോൾ വേണമെങ്കിൽ അവന് പണി കൊടുക്കും. വെള്ളം ഒഴിക്കുന്ന ദേഷ്യത്തെ അവൾ നിൽക്കുക. അവനെ തോണ്ടി വിളിക്കുന്നു പങ്കി. അതിനിടയ്ക്ക് ചേച്ചിയെ സഹായിക്കാൻ പോകുന്നുണ്ട്. അവൻ പോകുന്നു, നക്കി തുടയ്ക്കാൻ പോകുന്നു. നോക്ക്, ഭയങ്കര ശേഖ. ഉണങ്ങിയിരിക്കും ഇത്. ദേഷ്യമുണ്ട്, ഇപ്പം കടിക്കാൻ വരുവുള്ളൂ. പങ്കിക്ക് ഒരു സന്തോഷം വരട്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ പണി സൈറ്റിൽ പോകുന്നത്. പണിയെടുത്തിട്ട് പണി സൈറ്റിൽ പോവുക. പങ്കി അന്നേരം അവിടെ വന്ന് അടുത്ത് തന്നെ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. പങ്കി അവിടെ വന്നിട്ട് അവിടെ പണി നോക്കി കിടക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ടൈഗറിനെ കൊണ്ടുപോയി. ടൈഗറും വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ രാവിലെ എൻ്റെ പുറവിനെ അങ്ങ് വരും. അപ്പോൾ നമുക്ക് കടിക്കാൻ പറ്റുന്നുണ്ടോണം ഇപ്പം എന്നെ. കണ്ടോ, അവളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അവൾ അന്നേരം പണിയാണ്. അല്ലാതെ തൊടാൻ സമ്മതിക്കത്തില്ല. പിന്നെ അവൾ ഇനി കുളിപ്പിക്കുമ്പോൾ ഷാമ്പു വെച്ച് കഴിയുമ്പം ഉണ്ടോ ദേഷ്യം കണ്ടോ, വെള്ളത്തിനെ കടിക്കുന്നുണ്ടോ. നമ്മളാരാണ്ട് ആവശ്യപ്പെട്ടോല. വെള്ളമൊക്കെ ഭയങ്കര അലർജിയാണ്. എന്നാൽ ഈ സൈസ് പണികളെല്ലാം കാണിക്കുകയും ചെയ്യും. നേരത്തെ സ്ഥിരം അങ്ങ് പോകുമായിരുന്നു. അന്ന് പിന്നെ ഇതേപോലെ ഡെയിലി കുളിപ്പിക്കുന്ന പരിപാടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് പോകാതിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും തുടങ്ങി. വഴക്ക് പറയുന്നതുകൊണ്ട് പോകാതിരുന്നതാണ്. ഇന്നലെ ചാണകക്കുഴിക്കകത്തായിരുന്നു പരിപാടി. അവൻ മാറിയിരുന്നെല്ലാം വീക്ഷിക്കുന്നുണ്ട്. അടുത്ത ഇനി എൻ്റെ നമ്പരാണെന്നറിയാൻ അവൻ നോക്കിയിരിക്കുക. നമ്മളങ്ങോട്ട് മാറിയിട്ട് വേണം അവൻ ഓടിച്ചെന്ന് നക്കി തുടച്ചു കൊടുക്കാൻ. ചേച്ചിയെ സഹായിക്കാനുള്ളതാണ്. അവന് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് ചേച്ചിയെ വെള്ളം ഒഴിക്കുന്നതിന്. മാറിയിരുന്നെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. പങ്കി ചേച്ചി എന്നെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കാമെന്നും പറഞ്ഞ് നിൽക്കുക. അവൻ്റെ ഇരുത്തേക്ക് കണ്ടോ. എന്താ സൈലൻ്റായിട്ട് കുഞ്ഞിരുന്നെല്ലാം വീക്ഷിക്കുക. അങ്ങനെ ഷാമ്പു പാത്രം കൊണ്ടുവെക്കാൻ പറഞ്ഞപ്പോൾ അവൻ എടുത്തുകൊണ്ട് വെക്കുന്ന നോക്ക്. അവന് കൊണ്ടുവെക്കാൻ പറഞ്ഞാൽ കൊടുത്തു വിട്ടതാ. വഴി കൊണ്ടിട്ട് അറമാദിക്കുക. ശരിക്കങ്ങ് കാണാനായിരുന്നെന്നുള്ള, ശരിക്ക് ചെറിയ തോതിലൊന്നും അല്ല. അതിനകത്ത് കുഴിക്കകത്ത് വീണിട്ട് കയറി വന്നതാന്ന് തോന്നുന്നു. അല്ലാതെ ഇത്രയൊന്നും പറ്റത്തില്ല.
അല്ലാതെ അയ്യത്തങ്ങം കിടക്കുന്നതിനകത്തൊന്നും പോയി കിടന്ന് ഉരുണ്ടാലൊന്നും ഇത്രയും പറ്റത്തില്ല. ഇത് ശരിക്കും അവൾ കുഴിക്കകത്ത് ചാണാനൊക്കെ ഇട്ട് വെക്കുന്ന തൊട്ടിയുണ്ടല്ലോ, അതിനകത്ത് ചാടി ഇറങ്ങിയിട്ട് വന്നതാന്ന് തോന്നുന്നു. അതാ അവിടെ ദേഹം മൊത്തമായത്. രാവിലെ അതുകൊണ്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പങ്കി മോള്. ഞങ്ങൾക്ക് സൈറ്റിൽ പോകേണ്ടതാണ്, പണിക്കാരുണ്ട് ഇന്ന്. ഞായറാഴ്ച ആണെങ്കിൽ ഇന്ന് പണിക്കാരൊക്കെ ഉണ്ട്. ഇതെല്ലാം നക്കി തുടച്ച് റെഡിയാക്കിയിട്ട് വേണം പങ്കിക്ക് പോകാൻ. ഫോട്ടോ കണ്ടോ? രാവിലെ ആയതുകൊണ്ട് ഇന്ന് സവാരി കുറച്ച് കുറവായിരുന്നു. ഞാൻ പിടിച്ചങ്ങ് കെട്ടിയിട്ട്, അല്ലെങ്കിൽ അതും കൊണ്ട് ലോകം മൊത്തം അങ്ങ് നടന്നേനെ. പിന്നെ പിടിയും തരത്തില്ല. സിദ്ധാർത്ഥവൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ അഴിച്ചവിടെ കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞു. അവൾ അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴത്തേക്ക് വേണ്ട ചേച്ചിയെ സഹായിക്കാനായിട്ട് അനിയൻ വന്ന് നക്കി തുടച്ച് കൊടുക്കാൻ ആളുണ്ട്. അവൾക്കൊന്നും ചെയ്യണ്ട, നമ്മൾ തോർത്തി കൊടുക്കണ്ട. തുണിയിട്ട് തോർത്തി കൊടുക്കാനൊന്നും അങ്ങോട്ട് എല്ലാം പറ്റത്തില്ല. അവൾ അപ്പോഴത്തേക്ക് നമ്മളെ അറിഞ്ഞം പറഞ്ഞം കടിച്ചു കളയും. നല്ല ദേഷ്യത്തിൽ നിൽക്കുക. പിന്നെ ടൈഗറിനോട് എന്തോ ഒരു ഇതുള്ളത് കൊണ്ടാണ് അവളൊന്നും ചെയ്യാതിരിക്കുന്നത്. സിദ്ധാർത്ഥ മോൻ തന്നെ പേടിച്ചാണ് അഴിക്കുന്നത്. കാരണം അവൾ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമല്ലേ. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഒരുപാട് കമൻറ്റൊക്കെ ഇടാറുണ്ട്. 2 ദിവസം ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല, ഇച്ചിരി തിരക്കായിരുന്നു. അപ്പോൾ പിള്ളേരെ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ. വളരെ സന്തോഷം. ഇവരുടെ കളിയും ചിരിയും കാണാൻ വേണ്ടിയാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നതും. ഇത് കാണാൻ വേണ്ടി നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഇവരുടെ രസകരമായ കുറേ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും വരാം.